നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള റൈസ് പുഡിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് കട്ടാവാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പണ്ടുകാലം മുതൽക്കേ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു റൈസ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 1/4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരുന്നത്. 1/4 കപ്പ് ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിരുന്നത്. ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല, വെള്ളവും റൈസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. ഇതിപ്പോൾ 1/4 കപ്പ് റൈസ് ആയതുകൊണ്ട് 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വേറൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെന്ത ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അതായത് 125 ml. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1.25 കപ്പ് പാലാണ്. ഇതിൽ മൊത്തത്തിൽ 2 കപ്പ് പാല് വേണം. 1.25 കപ്പ് ഇപ്പോൾ ചേർക്കാം, ബാക്കി 1/4 കപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഈ പാലിലേക്ക് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ പാലിൽ കിടന്നിട്ട് റൈസ് ഒന്നുകൂടി നന്നായിട്ട് വെന്ത് വരണം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വേവുന്ന സമയത്ത് ഇടയ്ക്കിടെ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തുടർച്ചയായിട്ട് ഇളക്കണം എന്നില്ല, ഇടയ്ക്കിടെ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ പാലിൽ കിടന്ന് വെന്തിട്ട് ഇത് നല്ല തിക്കായിട്ട് മാറണം, അത്ര വരെ ഇതുപോലെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. പാലിവിടെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ റൈസ് പുഡിംഗ് ഇവിടെ നല്ല തിക്കായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ റൈസ് പുഡിംഗ്. ഈ ഒരു പാകത്തിലായാൽ മതി, കൂടുതൽ കട്ടയാവാൻ നിൽക്കണ്ട. ഇതുപോലെ നല്ല തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു സ്പൂണ് വെച്ചിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. മുട്ട ചേർത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട അവിടെ ഇവിടെയായിട്ട് കട്ട പിടിക്കാൻ പാടില്ല. ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1.25 പാലാണ് ചേർത്തത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസ് പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് വിളമ്പാം. ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടോട് കൂടിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് തണുപ്പിച്ച് കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റൈസ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ബൗളിലാക്കി വിളമ്പി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അത് നല്ല പാകത്തിനുള്ള മധുരമാണ്. പക്ഷെ നല്ല മധുരത്തോട് കൂടിയിട്ട് പുഡിംഗ് കഴിക്കണം എന്നുള്ളവർക്കൊരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റൈൽ റൈസ് പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്